Dear students, welcome to Learner's World. In this video, I'm going to talk about solved textile questions and activities, Part 3, Dreams Realized, Unit 2, Winds of Change, and Standard English New Textbook, Kerala Syllabus. Previous video, നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ലെറ്റ്സ് റീകോൾ ആൻഡ് റീക്രിയേറ്റ്. You are invited to introduce the lesson Dream Realized for an episode to be telecast by Kite Victors. അപ്പോൾ കൈറ്റ് വിക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിൽ ടെലികാസ്റ്റ് ചെയ്യാൻ നിങ്ങളോടൊരു എപ്പിസോഡ് ക്രിയേറ്റ് ചെയ്യാനാണ് പറയുന്നത്. നമ്മുടെ ലെസൺ ഉണ്ടല്ലോ, ഡ്രീം റിയലൈസ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ലെസണുമായി ബന്ധപ്പെട്ടിട്ട് നോട്ട് ദ മേജർ പോയിൻറ്റ്സ് ആൻഡ് പ്രിപ്പയർ യുവർ ഇൻട്രൊഡക്ഷൻ. അപ്പോൾ അതിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് എഴുതി ഞങ്ങളുടെ ഇൻട്രൊഡക്ഷൻ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. യു മേ കംപ്ലീറ്റ് ദ ഫോളോയിങ് ചാർട്ട് ആൻഡ് യൂസ് ഇറ്റ്. അപ്പോൾ താഴെ കുറച്ച് ഹിൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ആ ഹിൻറ്റുകൾക്ക് അനുസരിച്ച് ഈ ഒരു ചാർട്ട് ഫില്ല് ചെയ്യുക, എന്നിട്ട് ഇൻട്രൊഡക്ഷൻ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ഡ്യൂറിങ് ഹിസ് വിസിറ്റ് ടു ഇംഗ്ലണ്ട്, ഗാന്ധിജി അറ്റൻഡഡ് സെവറൽ മീറ്റിംഗ്സ്. അപ്പോൾ ഗാന്ധിജി ഇംഗ്ലണ്ടിൽ പോകുന്ന സമയത്ത് അദ്ദേഹം മീറ്റിങ്സൊക്കെ അറ്റൻഡ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ ഫില്ല് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. During his visit to England, Gandhiji attended several meetings. He was welcomed by the students of France as a spiritual ambassador of India. He spoke about the teachings of Rousseau and Victor Hugo. അപ്പോൾ അദ്ദേഹം ഇംഗ്ലണ്ട് വിസിറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് മീറ്റിങ്സിലൊക്കെ അറ്റൻഡ് ചെയ്യുമായിരുന്നു. ഫ്രാൻസിലെ സ്റ്റുഡൻസൊക്കെ അദ്ദേഹത്തിനെ വെൽക്കം ചെയ്തിരുന്നത് സ്പിരിച്വൽ അംബാസഡർ ഓഫ് ഇന്ത്യ എന്നുള്ള രൂപത്തിലായിരുന്നു. അതുപോലെ അദ്ദേഹം റൂസോനെ കുറിച്ചിട്ടും വിക്ടർ ഹ്യൂഗോനെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കുമായിരുന്നു. നെക്സ്റ്റ്, ഹി എക്സ്പൗണ്ടഡ് ദ മെസ്സേജ് ഓഫ് നോൺ വയലൻസ്. എക്സ്പൗണ്ടഡ് മീൻസ് വിശദീകരിച്ചു. അദ്ദേഹം നോൺ വയലൻസ് എന്ന് പറഞ്ഞിട്ടുള്ള അഹിംസ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സന്ദേശം വിവരിച്ചു. He expounded the message of non-violence. He explained that non-violence is the strength of the strong, not the weak. അപ്പോൾ അദ്ദേഹം നോൺ വയലൻസിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നോൺ വയലൻസ് എന്ന് പറയുന്നത് സ്ട്രോങ് ആയിട്ടുള്ള ആളുകളുടെ സ്ട്രെങ്ത്താണ്, അല്ലാതെ വീക്കായിട്ടുള്ള ആളുകളല്ല നോൺ വയലൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, വെൻ ചാർലി ചാപ്ലിൻ ആസ്ക് ഫോർ ആൻ അപ്പോയിൻമെൻറ്റ്. ഇതൊക്കെ ഓരോ ഹിൻറ്റുകളാണ്. ഇതിൽ നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള ബാക്കി കാര്യങ്ങൾ ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് ചാർലി ചാപ്ലിൻ ഗാന്ധിജിയുമായിട്ട് ഉള്ള ഒരു മീറ്റിങ്ങിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. വെൻ ചാർലി ചാപ്ലിൻ ആസ്ക്ഡ് ഫോർ ആൻ അപ്പോയിൻമെൻറ്റ്, ഗാന്ധിജി അഗ്രീഡ് ടു മീറ്റ് ഹിം. ഗാന്ധി ഡിസ്കസ്ഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ സ്പിന്നിങ് വീൽ ഫോർ സോൾവിങ് അൺഎംപ്ലോയ്മെൻറ്റ്. അപ്പോൾ ചാർലി ചാപ്ലിൻ ഗാന്ധിജിയെ മീറ്റ് ചെയ്യുന്നുണ്ട്. ഗാന്ധിജി സ്പിന്നിങ് വീലിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അൺഎംപ്ലോയ്മെൻറ്റ്, തൊഴിലില്ലായ്മ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് സ്പിന്നിങ് വീൽ അദ്ദേഹം യൂസ് ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട്. അദ്ദേഹം മെഷീനറിക്ക് എഗെയിൻസ്റ്റ് ആണെന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ്, ഹി പ്രപ്പോസ് ടു സോൾവ് അൺഎംപ്ലോയ്മെൻറ്റ് ബൈ. അദ്ദേഹം എങ്ങനെയാണ് അൺഎംപ്ലോയ്മെൻറ്റ് സോൾവ് ചെയ്തത്? ഹി പ്രപ്പോസ് ടു സോൾവ് അൺഎംപ്ലോയ്മെൻറ്റ് ബൈ എൻകറേജിങ് സെൽഫ് റിലയൻസ് ഇൻ മേക്കിംഗ് ക്ലോത്ത് ആൻഡ് ഫുഡ്. അദ്ദേഹം സ്പിന്നിങ് വീൽ യൂസ് ചെയ്തിട്ടാണ് അൺഎംപ്ലോയ്മെൻറ്റ് സോൾവ് ചെയ്തത്. അദ്ദേഹം അവിടുത്തെ ആളുകളെ എൻകറേജ് ചെയ്യുമായിരുന്നു. സ്വയം പര്യാപ്തത കൈവരിക്കണം, ഫുഡിലായാലും ക്ലോത്തിലായാലും ഒക്കെ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. നെക്സ്റ്റ്, റിയൽ എഡ്യൂക്കേഷൻ അക്കോർഡിംഗ് ടു ഹിം ഈസ്. ഗാന്ധിജിയുടെ അഭിപ്രായത്തിൽ റിയൽ എഡ്യൂക്കേഷൻ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. റിയൽ എഡ്യൂക്കേഷൻ അക്കോർഡിംഗ് ടു ഹിം ഈസ് അബൌട്ട് ഡെവലപ്പിംഗ് ക്യാരക്ടർ, നോട്ട് ജസ്റ്റ് മെമ്മറൈസിങ് ഫാക്ട്സ്. ബുക്ക് കാണാപ്പാഠം പഠിച്ച് പരീക്ഷ എഴുതുന്നതല്ല, ഫാക്ട്സുകൾ, ഫിഗേഴ്സ് ഓർമ്മിച്ചെടുക്കുന്നതല്ല റിയൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം റിയൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഡെവലപ്പിംഗ് ക്യാരക്ടറാണ്, ഒരു പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. അടുത്തത്, Gandhiji also spoke about the woman who.
ഗാന്ധിജി ഓൾസോ സ്പോക്ക് അബൌട്ട് ദ വുമൺ ഹൂ പ്ലേഡ് എ ഹീറോയിക് റോൾ ഇൻ ദ ഫ്രീഡം സ്ട്രഗിൾ. അപ്പോൾ ഫ്രീഡം സ്ട്രഗിളിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് വഹിച്ചിട്ടുള്ള സ്ത്രീകളെ കുറിച്ചിട്ട് ഗാന്ധിജി പറയുന്നുണ്ട്. ഹി ഹൈലൈറ്റഡ് ദ ബ്രൈവറി ഓഫ് അൺലെറ്റേർഡ് വുമൺ ഹൂ എൻഡ്യൂർഡ് ലാത്തി ബ്ലോസ് വിത്തൗട്ട് റിട്ടാലിയേഷൻ. അതായത് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകളുടെ ധീരതയെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അവർ പോലീസിൻ്റെ ലാത്തി ചാർജിന് ഇരകളായിട്ടുണ്ട്, പക്ഷേ അവരൊരിക്കലും റിട്ടാലിയേറ്റ് ചെയ്തിട്ടില്ല. അവരൊരിക്കലും ഒരു ചൂണ്ടുവിരൽ പോലും അവർക്ക് നേരെ കാണിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ് ഗാന്ധിജി ഓൾസോ സ്പോക്ക് അബൌട്ട് ദ വുമൻ ഹൂ സ്ട്രഗിൾ ഇൻ ഫ്രീഡം സ്ട്രഗിൾ. ഓക്കെ, അത് നമ്മൾ പറഞ്ഞു. ദെൻ ഹിസ് ഐഡിയാസ് ഓഫ് ഇൻഡിപെൻഡൻസ് വാസ് അച്ചീവിങ് ഇറ്റ് ത്രൂ സെൽഫ് സാക്രിഫൈസ് ആൻഡ് നോൺ വയലൻസ്. അപ്പം അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ആശയം എന്ന് പറഞ്ഞാൽ ആ സ്വാതന്ത്ര്യം നേടിയെടുക്കുക എന്ന് പറയുന്നത് സ്വയം ത്യാഗം ചെയ്യുന്നതിലൂടെയും നോൺ വയലൻസിലൂടെയൊക്കെയാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഹി എംഫസൈസ് ദാറ്റ് ഫ്രീഡം ഷുഡ് നോട്ട് ബി എ ഗിഫ്റ്റ് ഫ്രം വൺ നേഷൻ ടു അനദർ ബട്ട് അച്ചീവ്ഡ് ത്രൂ ദ എഫേർട്സ് ഓഫ് ദ പീപ്പിൾ. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഫ്രീഡം എന്ന് പറയുന്നത് ഒരു നാഷൻ മറ്റൊരു നാഷന് നൽകുന്ന ഒരു സമ്മാനമല്ല, മറിച്ച് കാലാകാലങ്ങളായിട്ട് അവർ നടത്തുന്ന ആ ഒരു സാക്രിഫൈസ്, ആ ഒരു സ്ട്രഗിൾ, അതിൻ്റെ റിസൾട്ടാണ്, അവരുടെ എഫേർട്ടിൻ്റെ റിസൾട്ടാണ് ഫ്രീഡം, ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ഒരു ചാർട്ടിൽ ഫില്ല് ചെയ്യാനുള്ളത്. അപ്പോൾ ഇത് ഇൻട്രൊഡക്ഷൻ, ഇത് തുടക്കം മുതൽ തന്നെ കറക്റ്റായിട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഇൻട്രൊഡക്ഷൻ രൂപത്തിൽ. നെക്സ്റ്റ്, ഇമാജിൻ യു ആർ വൺ ഓഫ് ദ വുമൻ ഹൂ ടുക്ക് പാർട്ട് ഇൻ ദ ഫ്രീഡം സ്ട്രഗിൾ. അടുത്ത ക്വസ്റ്റ്യന്, നിങ്ങൾ ആ ഒരു ഫ്രീഡം സ്ട്രഗിളിൽ പങ്കെടുത്തിട്ടുള്ള ഒരു സ്ത്രീയാണെന്ന് ഇമാജിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. പ്രിപ്പയർ എ റൈറ്റപ്പ് ഓൺ ദ ഹാർഡ്ഷിപ്പ് ഫേസ്ഡ് ബൈ യുവർ ഫ്രണ്ട് ആൻഡ് യുവർ സെൽഫ്. അപ്പോൾ ഒരു റൈറ്റപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ട്സും ആ ഒരു ഫ്രീഡം സ്ട്രഗിളിൽ പങ്കെടുക്കുകയും അപ്പോൾ ഒരുപാട് ഹാർഡ്ഷിപ്പ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അതിനെക്കുറിച്ചിട്ട് ഒരു റൈറ്റപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. യു മേ ബിഗിൻ ലൈക്ക് ദിസ്. അപ്പോൾ ഈ റൈറ്റപ്പ്, ഈ ഒരു എഴുത്ത് തുടങ്ങേണ്ടത് ഇങ്ങനെയാണ്. ഗാന്ധിജീസ് കോൾ ടു ദ വുമൺ ഓഫ് ഇന്ത്യ ബ്രോട്ട് മീ ഔട്ട് ഓഫ് ദ ഫോർ വാൾസ് ഓഫ് മൈ ഹോം. അപ്പോൾ ഗാന്ധിജി ഞങ്ങളെ വിളിച്ചിരുന്നത് വുമൺ ഓഫ് ഇന്ത്യ എന്നുള്ള രീതിയിലായിരുന്നു. അത് ഞങ്ങളുടെ ആ ഒരു 4 ചുമരുകൾക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് വരാനുള്ള ഒരു ഇൻസ്പിറേഷനായിരുന്നു എന്നുള്ള തരത്തിലാണ് ഈ റൈറ്റപ്പ് തുടങ്ങേണ്ടത്. യു മേ ഇൻക്ലൂഡ് എക്സ്പ്രഷൻസ് സച്ചസ്. അപ്പോൾ താഴാപ്പെട്ടി കോളത്തിൽ കൊടുത്തിട്ടുള്ള എക്സ്പ്രഷൻസ് യൂസ് ചെയ്തിട്ട് വേണം നിങ്ങൾ റൈറ്റപ്പ് തയ്യാറാക്കാൻ. ഓക്കെ, അപ്പം നോക്കാം. Gandhiji's call to the women of India brought me out of my home and into the freedom struggle. അപ്പോൾ ഗാന്ധിജിയുടെ ആ ഒരു വിളി, വുമൺ ഓഫ് ഇന്ത്യ എന്നുള്ള ആ ഒരു വിളിയിൽ എൻ്റെ വീടിൻ്റെ ആ ഒരു 4 ചുമരുകൾക്കുള്ളിൽ നിന്ന് ഈ ഒരു ഫ്രീഡം സ്ട്രഗിളിലേക്ക് എത്താൻ എന്നെ പ്രേരിപ്പിച്ചു. ഇൻസ്പയർഡ് ബൈ ഹിസ് മെസ്സേജ് ഓഫ് നോൺ വയലൻസ് വി ജോയിൻ ദ ഫൈറ്റ് വിത്ത് സ്ട്രോങ് ഹാർട്ട്സ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു മെസ്സേജ്, ആ ഒരു ആശയം, നോൺ വയലൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മെസ്സേജ് ഞങ്ങളെല്ലാവരെയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഹാർട്ടോടു കൂടി, സ്ട്രോങ് ആയിട്ടുള്ളൊരു ഹൃദയത്തോടു കൂടി, മൈൻഡോടു കൂടി ഞങ്ങളെല്ലാവരെയും ഒരുമിച്ച് ഫൈറ്റ് ചെയ്യാൻ വളരെയധികം ഇൻസ്പിറേഷൻ നൽകി ആ ഒരു മെസ്സേജ്. We defied the law and joined procession standing bravely with the men. ഞങ്ങളെ പുരുഷന്മാർക്ക് ഒപ്പം തോളോട് തോൾ ചേർന്ന് ഞങ്ങൾ വളരെ ധീരതയോടുകൂടി എല്ലാ ജാഥകളിലും പ്രക്ഷോഭങ്ങളിലും ഒക്കെ ഞങ്ങൾ പങ്കെടുത്തു. We faced the British forces enduring lathi blows and bleeding, but we stood firm without fighting back. അങ്ങനെ ഞങ്ങൾക്ക് ഒരുപാട് ലാത്തി ചാർജൊക്കെ കിട്ടി, ബ്ലീഡ് ചെയ്യാൻ തുടങ്ങി ഞങ്ങളുടെ ശരീരഭാഗങ്ങൾ. പക്ഷെ ഞങ്ങൾ അപ്പോഴും ഒന്നും തിരിച്ചു പ്രതികരിച്ചിട്ടില്ല. Many of us, even those who couldn't read or write, showed great courage. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ നന്നായിട്ട് വായിക്കാനോ എഴുതാനോ അറിയാത്ത ഒരുപാട് ആളുകളുണ്ടായിരുന്നു. പക്ഷെ അവരിലൊക്കെ
ആ ഒരു ധീരത, ആ ഒരു കറേജ് കാണാൻ കഴിഞ്ഞു. വി ഫിൽ ദ ജയിൽസ് വെൻ അവർ ലീഡേഴ്സ് ഫർ അറസ്റ്റഡ്. അങ്ങനെ ഞങ്ങളുടെ ലീഡേഴ്സിനൊക്കെ അറസ്റ്റ് ചെയ്തു. അങ്ങനെ ഞങ്ങളെല്ലാവരും ജയിലിലകപ്പെട്ടു. ജയിലൊക്കെ ഫില്ലായി. Ensuring the movement continued. Our actions were driven by a belief in freedom and a desire for a better future. The struggle was hard, but it brought us together and gave us a sense of purpose. അതായത് ഞങ്ങളുടെ ഈ ഒരു ജേർണി എന്ന് പറയുന്നത് വളരെയധികം ഹാർഡായിരുന്നു. സ്ട്രഗിൾ എന്ന് പറഞ്ഞിട്ടുള്ളതായിരുന്നു ഈ ഒരു ഫ്രീഡം സ്ട്രഗിൾ എന്ന് പറയുന്നത്. പക്ഷേ അപ്പോൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് നിന്ന് ഞങ്ങളുടെ ആ ഒരു പർപ്പസ്, ഞങ്ങളുടെ ആ ഒരു ലക്ഷ്യം, ആ ഒരു ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് നിന്നു. ദ മെമ്മറീസ് ഓഫ് ദോസ് ഡേയ്സ്, ദ യൂണിറ്റി ആൻഡ് സ്ട്രെങ്ത് വി ഷെയർഡ് റിമൈൻ സ്ട്രോങ് ഇൻ മൈ ഹാർട്ട്. ആ ഒരു കാലഘട്ടത്തിൽ, ആ ഒരു ടൈമിൽ ഞങ്ങൾക്കിടയിൽ ഒരു യൂണിറ്റി ഉണ്ടായിരുന്നു, ഞങ്ങൾക്കിടയിൽ ഒരു സ്ട്രെങ്ത് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ മൈൻഡ്, ഞങ്ങളുടെ ഹാർട്ട് ഒക്കെ സ്ട്രോങ് ആയിരുന്നു. We proved that courage has no gender and every all actions counts. ഞങ്ങൾ സ്ത്രീകൾ പ്രൂവ് ചെയ്തു, തെളിയിച്ചു. എന്ത് കറേജ് എന്ന് പറയുന്നത്, അതായത് ധീരത എന്ന് പറയുന്നത് ഒരു ജെൻഡറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല, ഒരു ജെൻഡറിൻ്റെ അടിസ്ഥാനത്തിലല്ല. സ്ത്രീകളായിട്ടുള്ള ഞങ്ങൾക്ക് ആ ഒരു ടൈമിൽ ഞങ്ങളുടെ മൈൻഡൊക്കെ വളരെയധികം സ്ട്രോങ് ആയിരുന്നു, പുരുഷന്മാരെ പോലെ തന്നെ. Even today we are inspired those times, knowing that the fight for justice continues. We stand as examples of how ordinary women can do extraordinary things for freedom. ഞങ്ങൾ ഒരു എക്സാമ്പിളായിട്ടാണ് നിലകൊണ്ടത്. എങ്ങനെ ഒരു സാധാരണ സ്ത്രീ ഒരു എക്സ്ട്രാ ഓർഡിനറി ആയി മാറാം, ഫ്രീഡത്തിന് വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് മാറാം എന്നുള്ളതിനുള്ള ഉദാഹരണമായിരുന്നു ഞങ്ങൾ. ഓക്കെ, താങ്ക് യു.